Hello everyone, welcome back to my channel Dazzling Lotus. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വാൾ ഉണ്ടല്ലോ, ഈ വാളും ഒരു വാൾ ഡൂഡ്ലിംഗ് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതൊരു നാരോ പാസേജ് ആണ് വിച്ച് ഇസ് സെപ്പറേറ്റിംഗ് ബോത്ത് ഓഫ് മൈ ബെഡ്റൂംസ്. അപ്പോൾ ഇവിടെ പെയിൻ്റ് അടിച്ചാൽ ചിലപ്പോൾ ഒന്നും കൂടി ഇടുങ്ങിയ പോലെ ആവുമെന്ന് കരുതി. അപ്പോൾ പെയിൻ്റ് അടിക്കേണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വാൾ ഡൂഡ്ലിംഗ് ഐഡിയ വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഈ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആകെ ഉപയോഗിച്ചിട്ടുള്ളത് മാർക്കിംഗ് പെന്നും പിന്നെ കുറച്ച് അക്രിലിക് കളേഴ്സുമാണ്. ആദ്യം ഞാൻ എൻ്റെ ഡിസൈനിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സോ ദാറ്റ് എനിക്ക് ഈവൻലി എൻ്റെ ഡിസൈൻസ് രണ്ട് സൈഡിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഐ പ്ലാൻ ലൈക്ക് ദാറ്റ് ആൻഡ് ഞാൻ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു.
കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് സിംബൻ്റെ പൂച്ചയാണ്, സിംബ ശ്രദ്ധിക്കണത് എന്താണ് ഇവിടെ പരിപാടി എന്ന്. അപ്പോൾ അവനക്കത് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി, ഞാൻ എന്താണ് ഈ ചെയ്യണതെന്ന്. അവൻ വന്ന് നേരെ ഞാൻ ഇത് ചെയ്യണതിൻ്റെ അടിയിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ കൈ എങ്ങോട്ടാ പോണേന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവനക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി, എന്താ ഇവിടെ നടക്കണേ, എന്താണ് ഈ ചുമരിൽ വെച്ച് ഈ ഉരച്ചോണ്ടിരിക്കണേ എന്നുള്ളൊരു സംശയത്തിലായി അവന്. നമ്മുടെ ആ റൂമിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തൂങ്ങിക്കിടക്കുന്ന പ്ലാന്റർ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നിന്നുള്ളതാണ്. അതിൻ്റെ കാർഡ് ഞാൻ ഇൻസേർട്ട് ചെയ്യാം, നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അതൊരു ഡിറ്റർജൻറ്റ് ക്യാനോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള DIY പ്ലാന്ററാണ്. ഇറ്റ്സ് റിയലി നൈസ്. ഇപ്പം ഞാൻ അതിൽ ഫേക്ക് പ്ലാന്റ് ആണ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിജിനൽ പ്ലാന്റ് വെക്കാം. ഇവിടെ ഭയങ്കര ലോ ലൈറ്റ് ഏരിയ ആണ്, അപ്പോൾ പ്ലാന്റ് വെച്ചാലും വളരില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഫേക്ക് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ അതിൻ്റെ കാർഡ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഏതാങ്ങട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കളറിങ് ആണ്. അപ്പോൾ ഞാൻ കളറിങ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാനൊരു ഐഡിയ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെല്ലാം കളേഴ്സ് എവിടെ എല്ലാം വേണമെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് കളറിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഫുൾ ഡൂഡിലിൻ്റെ ഗ്രീൻ പാർട്സ് എല്ലാം ഫസ്റ്റ് കളർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞാൻ ലീഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ലീവ്സും, അതായത് ഞാൻ കളർ കൊടുക്കാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള എല്ലാ ലീവ്സിനുമാണ് ഞാൻ ആദ്യം കളർ കൊടുത്തത്. അപ്പം ഞാൻ ഡാർക്ക് ഗ്രീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരേ ഗ്രീൻ കളർ അല്ല കൊടുത്തിട്ടുള്ളത് എല്ലായിടത്തും, ഡാർക്കും ലൈറ്റും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഗ്രീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ എന്ത് വരയ്ക്കുകയാണ് വെച്ചെങ്കിലും ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ആ ഒരു കളർ സ്കീം നിങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്ത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ നമ്മുടെ പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ഞാൻ എൻ്റെ പുഷ്പങ്ങൾക്ക് കളറടിക്കാൻ ഉള്ള പരിപാടിയിലായി. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ലാവൻഡർ കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ പൂച്ചെണ്ട് അല്ലെങ്കിൽ പൂക്കൊല ഞാൻ കളർ ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇതിങ്ങനെ ഒരു സ്ലോ പ്രോസസ്സാണെങ്കിൽ പോലും മെല്ലെ മെല്ലെ അതിങ്ങനെ അതിൻ്റെ ആ ഒരു ഭംഗിയിലേക്ക് എത്തുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്.
അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ വീഡിയോയുടെ എൻഡൊക്കെ എത്താറായപ്പോൾ ഹെൽപ്പിന് നായകുട്ടി എത്തിയിട്ടുണ്ട്, അവൾക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇത് അവസാനത്തെ ഫ്ലവറാണ് കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വാൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് മേക്ക് എ പോയിൻറ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ഇതുപോലത്തെ കണ്ടൻറ്റ്സ് ഇഷ്ടമാവുന്ന ആൾക്കാരുണ്ട് വെച്ചെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ട്. അവിടെ എല്ലാം എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഡാസ്ലിംഗ് ലോട്ടസ് എന്നാണ് എൻ്റെ ഹാൻഡിൽ നെയിം. അപ്പോൾ വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.